മലപ്പുറം ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ശ്രീ ഡോക്ടർ M. അബ്ദുൽ സലാം ഈ ഒരു ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ഈ ഒരു ഘട്ടത്തിൽ ചോദിക്കാനുള്ളത്, പാലക്കാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ജാഥ, ആ ഒരു ജാഥയിൽ അങ്ങും അവിടെ ഉണ്ടായിരുന്നു. മറ്റു 2 ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ പ്രധാനമന്ത്രിയോടൊപ്പം ആ ഒരു വാഹനത്തിലുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വാഹനത്തിൽ കയറ്റാത്തതിൽ ചില വിവാദങ്ങളും ചില അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നിങ്ങൾ ഈ സ്റ്റോറി ബിൽഡ് ചെയ്യുന്നത് വെറുതെ സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. ഈ ഡോക്യുമെൻ്റ് കണ്ട ഇന്ന് അവിടെ പ്രധാനമന്ത്രി റോഡ് ഷോ ഉണ്ട്. ആ റോഡ് ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അപ്രൂവ്ഡ് ലിസ്റ്റ് ഉണ്ട്. ഇതാണ് അപ്രൂവ്ഡ് ലിസ്റ്റ്. ഇത് നേരത്തെ ഒരു ലിസ്റ്റ് അപ്രൂവ് ചെയ്യുന്നതാണ്. അതിലൊരു പ്രോസസ്സുണ്ട്, ആരെയൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ട്. ആ പാലക്കാട് ജില്ലയിലുള്ള കൃഷ്ണകുമാറിനെയും അത് തന്നെ ഷെയർ ചെയ്യുന്ന നിവേദിതയും പ്രസിഡൻറ്റ് സുരേന്ദ്രനെയും 3 പേരെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷേ മീഡിയ എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് പാലക്കാട് പിന്നെ മലപ്പുറം നിവേദിത ഇവരെല്ലാവരും പോയി ചെയ്യുന്നു, മീഡിയ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അപ്രൂവ് ചെയ്ത നമ്പർ ഇതായിരുന്നു. എന്നെ ഇങ്ങനെ ഇതിൽ റോഡ് ഷോയ്ക്ക് വിളിച്ചിട്ടുമില്ല. പക്ഷേ ഞാനവിടെ പോയി. എന്തിനാണ് ഞാൻ പോയെന്നറിയാം? എനിക്കൊരു പർപ്പസ് ഉണ്ടായിരുന്നു. എൻ്റെ പർപ്പസ് എന്തായിരുന്നു അറിയാം? ഒന്നാമത് മോഡിജിയുടെ ഒന്ന് മീറ്റ് ചെയ്യണം, അദ്ദേഹത്തോട് ഒന്ന് ഗ്രീറ്റ് ചെയ്യണം, അദ്ദേഹത്തോട് പറയണം ഞാൻ കാൻഡിഡേറ്റാണ് എന്നുള്ള കാര്യം പറയണം, അദ്ദേഹത്തിന് ഓർമ്മ വരണമല്ലോ. അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 കാര്യമുണ്ട്. ഒന്ന്, ഒരു നല്ല പോസ്റ്ററിന് ഒരു ഫോട്ടോ എടുക്കണം. അതൊന്നും നടന്നിട്ടില്ല. പക്ഷേ നടന്നൊരു കാര്യമുണ്ട്. ഞാൻ മലപ്പുറത്തേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്, റോഡ് ഷോയ്ക്ക് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം എസ് പറഞ്ഞില്ലെങ്കിലും ചിരിച്ചിട്ട് പോയി. അതിനാണ് ഞാൻ പോയത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആസ് യൂഷ്വൽ അപ്രൂവ്ഡ് പ്രോഗ്രാം നടന്നു പോയി. ഉടനെ ആൾക്കാർ ഇവിടെ പത്രത്തിലും TV-യിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, മലപ്പുറം സ്ഥാനാർത്ഥിയും പിന്നെ പൊന്നാനി സ്ഥാനാർത്ഥിയും പാലക്കാട് സ്ഥാനാർത്ഥിയും ഒന്നിച്ച് മോഡിയുടെ അകമ്പടി പോകുന്നു എന്നും പറഞ്ഞ് ഇവിടെ അറിയാത്ത പ്രചാരണം നടത്തിക്കൊണ്ടിരുന്നു. നാച്ചുറലി പീപ്പിൾ വിൽ എക്സ്പെക്റ്റ് പോകുന്നു. അത് ഈ അപ്രൂവ്ഡ് സ്ഥാനാർത്ഥികൾ കയറി റോഡ് ഷോയ്ക്ക് പോയി. ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു. എന്നെ ആദ്യം തന്നെ റിസീവ് ചെയ്തു, ഞാൻ തന്നെ അത് ചെയ്തു. ഈ ലിസ്റ്റ് അങ്ങേക്ക് നേരത്തെ തന്നെ കിട്ടിയിരുന്നു? ഇതുപോലെ ആ ഒരു യാത്രയിൽ വാഹനത്തിൽ കയറാൻ കഴിയില്ല എന്ന് അങ്ങ് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു? അതറിഞ്ഞിരുന്നു? ഞാൻ ഈ ലിസ്റ്റ് എൻ്റെ തന്നപ്പോഴേ, പക്ഷേ ഈ റിട്ടേൺ സാധനം വന്നത് എൻ്റെ ഇപ്പോഴാണ്. പക്ഷേ എൻ്റെ പറഞ്ഞിരുന്നു, എന്നെ അറിയിച്ചിരുന്നു ഈ സ്ഥലത്തുള്ള ആൾക്കാരെ പോകുള്ളൂ. എങ്കിലും പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെയും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികൾ മോദിയോടൊപ്പം ഷെയർ ചെയ്യുന്ന ആളാണ്. പാലക്കാട് ഷെയർ ചെയ്യുന്ന കാൻഡിഡേറ്റാണ് പൊന്നാനി കാൻഡിഡേറ്റ്. അവർക്ക് 2 പേർക്കും അത് ബന്ധമുള്ളതാണ്. അവരെ മാത്രം ഉൾക്കൊള്ളിക്കുക എന്നുള്ളത്, അതാത് ജില്ലയെ ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് ഒരു നാഷണൽ പോളിസിയാണ്. എല്ലാ സ്റ്റേറ്റിലും അങ്ങനെയാണ്. പക്ഷേ പൊന്നാനി എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു ലോക്സഭാ മണ്ഡലമാണ്. തൃത്താല നിയോജക മണ്ഡലം വരുന്നുണ്ടെങ്കിൽ അപ്പോൾ സ്വാഭാവികമായും മലപ്പുറത്തെ സ്ഥാനാർത്ഥിയും അതിൽ ഉൾക്കൊള്ളും എന്ന രീതിയിൽ ഒരു വിവരം ഇത് ജനങ്ങൾ പറഞ്ഞുണ്ടാക്കണമല്ലേ, പത്രക്കാരുണ്ടാക്കുന്ന സ്റ്റോറിയല്ലേ. ഇത് ഞങ്ങളെടുത്ത തീരുമാനം അങ്ങനെയല്ല. ഞങ്ങൾക്കൊരു പോളിസിയുണ്ട്. ഒരു പ്രൈം മിനിസ്റ്റർ ഒരു ഡിസ്ട്രിക്റ്റ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വേണം, ആരൊക്കെ ഡയസി വേണം, ആരൊക്കെ വാഹനത്തിൽ വേണം എന്നൊക്കെ ഒരു പോളിസിയുണ്ട്. അതനുസരിച്ച് അപ്രൂവലുണ്ട്. അപ്രൂവൽ ഒന്നും അങ്ങനെ പോകത്തുള്ളൂ. പക്ഷേ പേപ്പറുകാരുണ്ടാക്കുന്ന സ്റ്റോറി ഈസ് ഡിഫറെൻറ്റ്. AK ബാലനെ പോലുള്ള ആൾക്കാർ പറയുന്ന സ്റ്റോറി ഡിഫറെൻറ്റ്. അവരെ സെലിബ്രേറ്റ് ചെയ്യുന്നതല്ലേ. ഒരു പ്രചാരണം നടക്കുന്നത് അങ്ങ് അത്തരത്തിൽ ആ ഒരു വാഹനത്തിൽ കയറാൻ പ്രതീക്ഷിച്ചു പോയി, അത് ലഭിക്കാതെ വന്നതോടെ പരിഭവിച്ചു മടങ്ങി എന്നൊരു പ്രചാരണമുണ്ട്. നിങ്ങൾ പറയുന്ന സ്റ്റോറിയല്ലേ അത്? നിങ്ങൾ പറഞ്ഞു ഡോണ്ട് സേ ഓൾ നോൺസെൻസ് ടു മീ. ഇതൊക്കെ നിങ്ങളുണ്ടാക്കുന്ന സ്റ്റോറി. അതിന് ഞാൻ പാർട്ടിയല്ല. നിങ്ങളിങ്ങനെയൊക്കെ പല സ്റ്റോറി ഉണ്ടാക്കും. ഒന്ന് എൻ്റെ ചോദിക്കും, വേറൊന്ന് നിങ്ങൾ പറയും. ദാറ്റ് ഈസ് നോട്ട് ഫെയർ. അതൊരു ശരിക്കുള്ള ഒരു ജേർണലിസം അല്ല. നിങ്ങൾ സത്യം പറയും, എൻ്റെ ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അവരോടൊക്കെ ചോദിക്കും എന്താണ്. ഞാൻ ചുമ്മാ അങ്ങ് ആഗ്രഹിച്ചാൽ മതി അവിടെ പോയി വണ്ടി കയറുന്നത്. പ്രൈം മിനിസ്റ്റർ ഈസ് പ്രൈം മിനിസ്റ്റർ. ദർ ഇസ് എ ഡെഫിനറ്റ് പ്രോട്ടോക്കോൾ എവറിതിങ്. അങ്ങനെ സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ ഉണ്ട്. ഈ ഒരു സംഭവം ഈ വിധത്തിൽ ചർച്ചയായതോടെ, അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ഒരു പാർട്ടി വിഭാഗം ആളുകൾ പ്രചരിപ്പിച്ചതോടെ അതൊരു വിവാദമായ സാഹചര്യത്തിൽ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ അങ്ങനെ ആരെങ്കിലും താങ്കളെ വിളിച്ചിരുന്നോ? സുരേന്ദ്രൻ ഇതുപോലെയുള്ള പത്രക്കാരിങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് കണ്ടപ്പോഴത്തേക്ക് എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറയും എനിക്കറിയാവുന്ന ഇതാണ്, എൻ്റെ റെസ്പോൺസ് ഇതാണെന്ന് പറഞ്ഞതല്ലാതെ അദ്ദേഹം എന്നോട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്താണ് വിവാദത്തിന് കാരണം എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അല്ലാതെ നിങ്ങൾ പറയുന്നതൊക്കെ ഇവിടെ എന്താ പറയുക, മേലെയുള്ളവരും താഴെയുള്ളവരും എല്ലാം കൂടെ വിളിച്ചെന്നോ, ഞാനത് ആരോ പറഞ്ഞല്ലോ, ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തു, നിങ്ങൾ റിപ്പോർട്ടർ ചാനൽ പറഞ്ഞു, ഞാൻ എന്നൊരാൾ വിളിച്ച് പറഞ്ഞു, റിപ്പോർട്ടർ ചാനലിലോ നിങ്ങൾ പറഞ്ഞോ, പിന്നെ നിങ്ങൾ പിന്നെ പാർട്ടിക്ക് അഗൻസ്റ്റായിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തത്? നമ്മൾ അത്തരമൊരു വാർത്ത കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു ക്ലിപ്പിംഗ് ഞാൻ കണ്ടല്ലോ, അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ലല്ലോ.
എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. അപ്പോൾ ഇത് നിങ്ങളങ്ങ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്തിനു സെലിബ്രേറ്റ് ചെയ്യുന്നു? ഈ BJP എന്നുള്ള പാർട്ടിയെ മൈനോറിറ്റിയിൽ നിന്ന് അകറ്റി നിർത്തുക, മുസ്ലിം വിരോധിയാണെന്ന് സ്ഥാപിക്കുക. അബ്ദുൾ സലാമിനെ നിങ്ങൾ എന്താ പറയണത്, പാർട്ടിക്കാർ സെക്കൻഡോ തേർഡോ ഒക്കെ ആക്കി വെച്ചു എന്ന് പറയുക. എന്തൊരു പൊളിറ്റിക്കൽ ജിമ്മിക്കാണ് നിങ്ങൾ കാണിക്കുന്ന ഈ മീഡിയ, ഈ കാണിക്കുന്ന ഈ പരിപാടി നിർത്തണം. ആരോടും നിങ്ങളിങ്ങനെ ചെയ്യരുത്. ഇത്ര മാറ്ററുണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ, സത്യസന്ധമായ കാര്യം. എന്നോട് ചോദിച്ചിട്ട് ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞ നിങ്ങൾ കൊടുക്കൂ, പറയാത്ത നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യാതിരിക്കൂ. അങ്ങയുടെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടി തന്നെയാണ് വന്നുള്ളത്. ആ രീതിയിലൊരു പ്രചാരണത്തിൽ ഒരു വിഷയം വരുന്നത്, അങ്ങേ പോലെ ഒരു ഹൈ പ്രൊഫൈലുള്ള വലിയൊരു അക്കാദമിഷ്യനായ ഒരു വ്യക്തി NDAക്ക് വേണ്ടി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ അപമാനിച്ചു വിട്ടു BJP എന്ന രീതിയിലുള്ള പ്രചാരണമൊക്കെ ഉണ്ട്. അത് ഈ മീഡിയയുടെ സ്റ്റോറിയല്ലേ, AK ബാലൻ പറയുന്ന സ്റ്റോറിയല്ലേ, അല്ലെങ്കിൽ ഇന്ത്യ പറയുന്ന സ്റ്റോറിയല്ലേ, അല്ലെങ്കിൽ UDF പറയുന്ന സ്റ്റോറിയല്ലേ, അല്ലെങ്കിൽ LDF പറയുന്ന സ്റ്റോറിയല്ലേ? ആക്ച്വലായിട്ട് സംഭവിച്ചെന്നതാ, BJPക്ക് ഒരു ഡെഫിനിറ്റ് പ്രോട്ടോക്കോൾ എവറിതിങ് എല്ലാത്തിനും ഉണ്ട്. ആ വണ്ടിയിൽ എല്ലാവരും കയറാൻ പറ്റത്തില്ല. അതിനൊരു ഇപ്പം എനിക്ക് നോക്കൂ, തമിഴ്നാട് പോകുന്നത് നോക്കൂ, കർണാടകയിൽ പോകുന്നത് നോക്കൂ, ആ ഡിസ്ട്രിക്റ്റിൽ ആരൊക്കെ പോകണം, കൃത്യത ഉണ്ട്. അത് ഒരുപാട് കമ്മിറ്റി അപ്രൂവ് ചെയ്യണം. അപ് ടു SPG വരെ ഡൽഹിയിൽ അപ്രൂവ് ചെയ്ത് ആ സർക്കുലർ കൊടുത്ത് അവർക്കേ കയറാൻ പറ്റും. എങ്കിലും ഇപ്പോൾ നേരത്തെ തൃശ്ശൂരിൽ ഉൾപ്പെടെ അത്തരമൊരു യാത്ര നടത്തിയ സമയത്ത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ ഇപ്പോൾ നേരത്തെ നിവേദിത സുബ്രഹ്മണ്യൊക്കെ തൃശ്ശൂരിലെ റാലിയിൽ ആ വിധത്തിൽ പങ്കെടുത്തിരുന്നു, വിളിച്ചു കയറ്റുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു ആഗ്രഹം അങ്ങേക്ക് ഉണ്ടായിരുന്നില്ലേ? റാലിയിൽ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയെ പോലെ പ്രധാനമന്ത്രിയോടൊപ്പം ഒരു വാഹനത്തിൽ ആ രീതിയിൽ പ്രചാരണത്തിൽ പങ്കെടുക്കാൻ സ്വാഭാവികമായത് തെരഞ്ഞെടുപ്പിലും ആ രീതിയിൽ മുതൽക്കൂട്ടാകുമെന്നൊരു വിലയിരുത്തലൊക്കെ തന്നെ ഉണ്ടാവും. എനിക്കങ്ങനെയല്ല. എനിക്കെൻ്റെ ആഗ്രഹം പ്രൈം മിനിസ്റ്ററുടെ കൂടെ പോകണമെന്ന് ആർക്കും ആഗ്രഹമില്ല, അതൊക്കെ ഉണ്ടാവും. പക്ഷേ എൻ്റെ പർപ്പസ് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഐ ആം നോട്ട് ചോസൺ ഫോർ ദാറ്റ്, നമ്പർ 1. നമ്പർ 2, മൈ പർപ്പസ് ഓഫ് ഗോയിങ് ദർ എന്നതാ, പ്രൈം മിനിസ്റ്ററെ ഇൻവൈറ്റ് ചെയ്യുക, മലപ്പുറത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുക. അത് ഗുണം ചെയ്യുമെന്ന് പറയാൻ ഞാൻ പോയത്. നിങ്ങൾ കാണുന്ന വേറെ രീതിയിലാണ് കാണുന്നത്. അദ്ദേഹം അതിനെ പോയി അയാളെ കൊണ്ടുപോയില്ല, അല്ലെങ്കിൽ മുസ്ലിമിനെ വെളിയിലാക്കി. എന്തൊരു കഷ്ടമാണിത്. അവസാനമായി അങ്ങനെ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, ഇത്തരത്തിലുള്ള അൺവാണ്ടഡ് പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി അത് ഏത് ഭാഗത്തുനിന്ന് പടച്ചുവിടുന്നു എന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? ഈ BJP ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ LDF, അല്ലെങ്കിൽ UDF, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന മീഡിയകൾ, അവരുടെ ജോലി തന്നെയല്ലേ അത്. ദേ ഓൾവേസ് വോണ്ട് ടു ടാർണിഷ് ദ ഇമേജ് ഓഫ് BJP. അവരെ സംഘികളാണ്, BJP ആണ്, മുസ്ലിം വിരോധികളാണ്. എവിടെയാണ് മുസ്ലിം വിരോധം? കേരളത്തിൽ 90 ലക്ഷം ജനങ്ങൾ മാറി നിൽക്കുകയായിരുന്നു. ഇപ്പം നിങ്ങൾ നോക്കിയോ, ദേ ആർ ജോയിനിങ്. ഒരുപാട് പേര് മാറി വന്നു. മോഡിയെ 10 കൊല്ലം കണ്ടപ്പോൾ മനസ്സിലാക്കിയ ആൾക്കാർ. ഈ മലപ്പുറത്തേക്കും നരേന്ദ്രമോദിയെ ക്ഷണിച്ചെന്ന് പറഞ്ഞു. അതിന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? മലപ്പുറത്ത് മോദിയുടെ അത്തരത്തിലുള്ളൊരു പ്രചാരണ റാലി നമുക്ക് പ്രതീക്ഷിക്കാമോ? നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുകയൊന്നും വേണ്ട, ചിലപ്പോൾ പ്രതീക്ഷിച്ചെന്നിരിക്കും. മോഡിക്ക് ഈ എല്ലാ സ്റ്റേറ്റിലും പോകേണ്ട കാര്യമുണ്ട്. കേരളത്തിൽ ഇപ്പം തന്നെ 2 പ്രാവശ്യം വന്നു. 3ാമത് മലപ്പുറം മൈനോറിറ്റി ഡിസ്ട്രിക്റ്റ് ആയതുകൊണ്ട് അദ്ദേഹം വന്നാൽ ഗുണമുണ്ടാവുമെന്ന് ഞാനും പലരും വിചാരിക്കുന്നു. അദ്ദേഹത്തിന് സമയമുണ്ടെങ്കിൽ ഞങ്ങൾ എക്സ്ക്യൂസ് ചെയ്ത് കൊണ്ടുവരും, സംശയമൊന്നുമില്ല. നമുക്ക് വേണ്ട എന്നതാണ്, നമുക്ക് കോൺട്രവേഴ്സി അല്ല വേണ്ടത്. നമുക്ക് വേണ്ട ഡെവലപ്മെൻറ്റ്, നമുക്ക് വേണ്ട എല്ലാവരെയും ഒന്ന് ചേർക്കുക, മാറി നിൽക്കുന്നവനെ ചേർത്ത് നിർത്തുക, അവനെയും കൂടെ ഭരണത്തിൽ ഭാഗമാക്കുക. അല്ലാതെ നമുക്ക് വേറൊരു അജണ്ടയില്ല. പിന്നെ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി നിങ്ങൾ ഏത് LDFൻ്റെ ആളാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ചീത്ത വിളിക്കും, UDFൻ്റെ ആളാണെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കും. BJPയുടെ ആൾക്കാർ ഇവിടെ വളരെ കുറവാണ്. ഞങ്ങൾക്കെന്നും എതിരും മാത്രമേ ഉള്ളെന്ന് എനിക്കറിയാം. അപ്പോൾ മോദിയുടെ കൂടെ വാഹനത്തിൽ കയറാൻ കഴിയാത്തതിലല്ല പ്രയാസം, അതിൻ്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ട ചില വ്യാജ വാർത്തകളും ആ പ്രചാരണങ്ങളിലൊക്കെ തന്നെയാണല്ലേ വിഷമിച്ചത്? വിളിക്കാനാണ് പോയത്. എന്നെ വാഹനത്തിൽ കയറുന്നതിന് വേണ്ടി ക്ഷണിച്ചിട്ടുമില്ല, ആ ലിസ്റ്റിൽ ഞാനില്ല. നിങ്ങളെല്ലാവരും കൂടെ ഒരു ന്യൂസ് ഇറക്കി വിട്ട് ദേ ഈ 3 പേരും കൂടെ യാത്ര ചെയ്യും, എന്നിട്ട് നിങ്ങളിത് വെച്ചിട്ട് പറഞ്ഞു, ട്രൂത്ത് അറിയാതെ നിങ്ങൾ പറഞ്ഞു ഇതേ അങ്ങനെ ഇറക്കി വിട്ടു. എന്തൊരു കഷ്ടമാണിത്. അല്ല, ഈ ഒരു വിഷയത്തിൽ അങ്ങ് BJP ഉന്നത നേതാക്കളോട് ഇതിൻ്റെ ഒരു നീരസം പറഞ്ഞു, അവിടെ ബുദ്ധിമുട്ടുണ്ടായി, പ്രയാസമുണ്ടായി എന്ന പ്രചാരണമൊക്കെ തന്നെ ഉണ്ട്. നേതാവ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു. ആ ഉന്നത നേതാവ് എന്നോടാ പറഞ്ഞു, നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തെന്ന് റിപ്പോർട്ടർ TV പറഞ്ഞല്ലോ. ഞാൻ പറയും, നിങ്ങൾ ആവശ്യമില്ല അവരും പറഞ്ഞ കാര്യം എൻ്റെ വായിലോട്ട് തിരികരുതെന്ന് പറഞ്ഞത് ശരിയാണ്. അത് കാര്യം എനിക്ക് ഞാൻ പറയാത്ത കാര്യം റിപ്പോർട്ടർ TV പറഞ്ഞെന്നും പറയും ഒരു നേതാവ് എന്നോട് പറഞ്ഞ അവർക്ക് ചുട്ട മറുപടി ഞാൻ കൊടുക്കൂലേ? എനിക്കറിഞ്ഞൂടെ ഞാൻ എന്ത് പറഞ്ഞെന്ന്. അഥവാ ഇനി എൻ്റെ പാർട്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചോ, ഞാൻ വെളിയിൽ വന്ന് പറയൂ ഇത് എൻ്റെ പാർട്ടി എന്നെ ഇത് ചെയ്തു ഇതെന്ന് ഞാൻ പറയുമോ? അല്ല, ഞാൻ കളഞ്ഞിട്ട് പോയല്ലേ ചെയ്യേണ്ടത് അന്തസ്സായിട്ട്. അങ്ങനെ ഒന്നുമില്ല. എൻ്റെ പാർട്ടിക്കാർ ഒരിക്കൽ പോലും എനിക്ക് ഒരു നീരസമുള്ള കാര്യം ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, എനിക്ക് അർഹിക്കുന്നതിൽ കൂടുതൽ തന്നിട്ടുണ്ട്. നാഷണൽ റെസ്പോൺസിബിലിറ്റി ഈ പറഞ്ഞ ഇലക്ഷൻ എൻ്റെ
സിലക്ഷനും ഒക്കെ എനിക്ക് തരാവുന്ന മാക്സിമം ഇതോടൊപ്പം ചോദിക്കുന്ന ഇതേ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ വരുന്ന ആ രീതിയിലുള്ള ഒരു പ്രചാരണം അങ്ങൊരു മുസ്ലിം നാമധാരി ആ രീതിയിലായതുകൊണ്ടാണ് മാറ്റി നിർത്തിയെന്ന രീതി. നോൺസെൻസ്, അബ്സല്യൂട്ട് നോൺസെൻസ്. ഇതൊക്കെ ഇനി മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ നമ്മളെപ്പോലെ ഉള്ളവരെ എങ്ങനെയെങ്കിലും പിടിച്ച് കുഴിയിലിട്ട് ചവിട്ടി വെള്ളത്തെ എന്താ ചെളി തയ്ക്കാൻ വേണ്ടി നടക്കുന്നതെടുക്കുക. ഞാനെന്താ പറയണത്? ഐ ഡോണ്ട് അപ്രീഷിയേറ്റ് ദീസ് സോർട്ട് ഓഫ് തിങ്സ്. എനിക്കിപ്പോൾ വിഷമമില്ല നിങ്ങൾ വിവാദം ഉണ്ടായി. ഞാൻ എത്ര വിവാദം കേട്ടിട്ടുള്ളതാണ്. വിവാദം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. യു പീപ്പിൾ ക്യാൻ സർവൈവ് ഓൺലി വിത്ത് വിവാദം. കുറേ പേരെ പിടിച്ച് മാധ്യമങ്ങൾ ഉണ്ടാക്കിയതല്ലേ യഥാർത്ഥത്തിൽ? മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ്. ഈ സ്റ്റോറി പറഞ്ഞു ഇവർ 3 ജില്ലക്കാരും കൂടെ ചേർന്ന് 3 പിന്നെ കാൻഡിഡേറ്റും കൂടെ ചേർന്ന് മോഡിജിയുടെ കൂടെ പോകുന്നു എന്നും പറഞ്ഞ് പിന്നെ ന്യൂസ് സ്പ്രെഡ് ചെയ്ത മാധ്യമങ്ങളാണ് ഒന്ന്. രണ്ടാമത് ആക്ച്വൽ പൊസിഷൻ അറിഞ്ഞിട്ടും അത് മറച്ചു വെച്ചത് മാധ്യമങ്ങൾ തന്നെയാണ്. ആക്ച്വൽ രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് പോയപ്പം പഴയ കൊടുത്ത രീതിയിൽ കാര്യം വരാത്തതുകൊണ്ട് കാൻഡിഡേറ്റിനെ അധിക്ഷേപിച്ചതും നിങ്ങൾ തന്നെയാണ്. അപ്പം നിങ്ങൾ തന്നെ കുറേ പേര് ചെളിവാരി എറിയും, നിങ്ങൾ തന്നെ ആസ്വദിക്കും. അത് നിങ്ങൾ AK ബാലനെ പോലെയുള്ളവർക്ക് ഇട്ടുകൊടുക്കും. BJP മുസ്ലിം വിരോധിയാക്കും. നിങ്ങളുടെ അജണ്ട വളരെ സ്ട്രെയിഞ്ചാണ്, നിഗൂഢമാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു വിവരം ഉൾപ്പെടെ അങ്ങ് ഈ പരിപാടിക്ക് ശേഷമാണ് അറിഞ്ഞത്, ഇത് കയ്യിൽ ലഭിച്ചത്? അല്ല എന്നോട് എന്നെ ഈ റോഡ് ഷോയ്ക്ക് അവർ വിളിച്ചതേ ഇല്ല. ഞാൻ മോഡിജിയെ ഇതിനെ ക്ഷണിക്കാൻ വേണ്ടി പോകുമ്പോൾ അതിന് ഫെസിലിറ്റേറ്റ് ചെയ്തെന്നാണ്. മനസ്സിലായില്ലേ? അവർക്ക് ഇതിൻ്റെ ഓർഗനൈസേഷനൊന്നും അങ്ങനെ ഒരു ഐഡിയ ഇല്ല, എനിക്കുമില്ല. ഏറ്റവും അവസാനമായി അങ്ങ് ഒരു അക്കാദമിഷ്യൻ കൂടിയാണ്. അപ്പോൾ ആ നിലയിൽ ഇത്തരം അനാവശ്യമായ പ്രചാരണങ്ങളോടൊന്നും താല്പര്യമില്ല. അത് ഏത് കേന്ദ്രങ്ങളിൽ നിന്നാണെങ്കിലും അല്ലേ? ഞാൻ എപ്പോഴും പറയത്തില്ലേ, നമ്മൾ യാഥാർത്ഥ്യങ്ങളോട് ചേർന്ന് പോവുക, യാഥാർത്ഥ്യം പറയുക. അതിനെ വളച്ചൊടിച്ച് നിങ്ങൾ ഇപ്പോൾ അതേ NDA കാൻഡിഡേറ്റിനെ മോഡിജി വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടു. എന്തൊരു കാര്യമാണ്! മോഡിജി എന്ത് സന്തോഷത്തോടെ എന്നെ ചിരിച്ച് കൈകൂപ്പി, സർ ഐ ആം ദ കാൻഡിഡേറ്റ് ഓഫ് മലപ്പുറം എന്ന് പറയുക, ചിരിച്ച് ഐ വിഷ് യു ഗുഡ് ലക്ക് എന്നങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു സർ ഐ വിഷ് യു ടു ബി ദെയർ ഇൻ മലപ്പുറം എന്നിട്ടൊന്ന് ചിരിച്ചു. അതിൽ കൂടുതൽ എന്താ വേണ്ട? ഒരു പ്രൈം മിനിസ്റ്റർ 15-20 സെക്കൻഡ് ഒരാൾക്ക് ലൈനിൽ നിൽക്കുന്നതിന് കിട്ടത്തുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ ആ ഫോട്ടോ കേസിൽ പോയി നോക്കിയറിയാം ഹൗ നൈസ്ലി ഹി വാസ് ടോക്കിംഗ് ടു മീ. പരിപാടി വളരെ പ്രൗഢമായിരുന്നല്ലേ, വലിയൊരു പങ്കാളിത്തം നല്ലതായിരുന്നു, ഒരു വലിയ പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. പിന്നെ പ്രൈം മിനിസ്റ്റർക്കും വലിയ സന്തോഷമായിരുന്നു, വന്നവർക്കെല്ലാം സന്തോഷമായിരുന്നു. ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരുന്നു, സെക്യൂരിറ്റി നന്നായിരുന്നു, ഈ ലൈനപ്പിലും മീറ്റിങ്ങിലും നന്നായിരുന്നു, ഊഷ്മളമായിരുന്നു, എല്ലാം കൊണ്ടുപോകും. ഈ പറഞ്ഞ മീഡിയക്കാരിങ്ങനെ പടച്ചുവിട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ ഹൈലി സക്സസ്ഫുൾ ഇൻസിഡൻറ്റ്. തീർച്ചയായും അതുതന്നെയാണ്. ചില കേന്ദ്രങ്ങളിൽ നിന്ന് പടച്ചുവിട്ട വ്യാജ വാർത്തയാണത്. ചില രാഷ്ട്രീയ പാർട്ടികൾ ആ രീതിയിൽ അതിന് ഉപയോഗിച്ചു എന്നാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥിയായ ശ്രീ ഡോക്ടർ M അബ്ദുൽ സലാം ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ TVയോട് പ്രതികരിക്കുന്നത്. അതിന് ആ നിലയിൽ തന്നെ തള്ളിക്കളയുന്നു എന്നാണ് അദ്ദേഹം ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത് തൂർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ മലപ്പുറം.